എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ദുർഗാഷ്ടമിയുടെ മഹാനവമിയുടെ കാലഘട്ടമാണ്. എല്ലാവരും ഭക്തി നിർഭരമായ ഒരന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ പറഞ്ഞിരുന്നു, ദുർഗാ ഭഗവതിയുടെ 9 അവതാരങ്ങൾ ഓരോ ദിവസവും പൂജിക്കപ്പെടുന്നുവെന്ന്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദേവത സ്കന്ദമാതയാണ്. ഇന്ന് സ്കന്ദമാത രൂപത്തിലുള്ള ദുർഗയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഓം ഹ്രീം ദും ദുർഗായേ നമ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാവരും തുടങ്ങേണ്ടതാണ്. വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചും ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുകയും വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ അനുകൂലമായിരിക്കും. ഇന്ന് 1201 ആണ്ട് കന്നിമാസം 10-ാം തീയതി 26/9/2025. ഇന്നത്തെ നമ്മുടെ ഫലം നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി നമ്മൾ മേടക്കൂറുകാരുടെ ഫലമാണ് പരിശോധിക്കുന്നത്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക് കഴിഞ്ഞ ദിവസത്തെക്കാളും മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ വീഴ്ച, ഒടിവ്, ചതവ്, മുറിവ് തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത ഉണ്ട്. അഗ്നി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, വീട്ടമ്മമാർക്കൊക്കെ ഇന്നും ചെറിയ അപകട സാധ്യത സൂചനയുണ്ട്. അതുകൊണ്ട് വളരെ അധികം ശ്രദ്ധയോടുകൂടി പ്രഷർ കുക്കർ ഇതൊക്കെ നമ്മൾ അതിൻ്റെ വിസിലെല്ലാം ക്ലീൻ ചെയ്തൊക്കെ ഉപയോഗിക്കണം. അപകടങ്ങളൊന്നും വരുത്താതിരിക്കുക. പിന്നെ ഹൃദയ സംബന്ധമായ അസുഖം അനുഭവിക്കുന്നവർക്കും ഷുഗറിൻ്റെ അസുഖം അനുഭവിക്കുന്നവർക്കുമൊക്കെ ചെറിയ വ്യതിയാനങ്ങൾ പ്രതികൂലമായി കാണുന്നുണ്ട്. വൈദ്യസഹായം തേടുകയും കൃത്യമായ ഭക്ഷണ രീതി പാലിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതൊഴിച്ചാൽ ഇന്ന് സാമ്പത്തികമായി വളരെ നല്ലൊരു ദിവസമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനിരിക്കുന്നവർക്കും വലിയ പ്രതീക്ഷകളും വളരെയധികം വാഗ്ദാനങ്ങളുമൊക്കെ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും. റിസോർട്ടുകൾ, ഹോട്ടലുകൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്കും ഇന്ന് വളരെയധികം അനുകൂലമായ ദിവസമായിരിക്കും. ധാരാളം ഗസ്റ്റ് എല്ലാം വരുന്ന ഒരു ദിവസമായിരിക്കും. കൂടാതെ ദീർഘയാത്ര പോകുന്നവർക്ക്, ദീർഘയാത്രയ്ക്ക് പ്ലാനിടുന്നവർക്ക്, വിദേശ പഠനത്തിനൊരുങ്ങുന്നവർക്ക്, വിദേശ കാര്യങ്ങളിൽ അല്ലെ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. കെട്ടിട നിർമ്മാണത്തിന് ആലോചിക്കുന്നവർക്കും അനുകൂല ദിവസമായിരിക്കും. റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ കെട്ടിടം വെച്ച് കൊടുക്കുന്ന കോൺട്രാക്ടേഴ്സിന് ഒക്കെ ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ തൊഴിലാളികൾക്ക് അത്ര നല്ലൊരു ദിവസമല്ല. കായികമായി ജോലി ചെയ്യുന്നവർക്ക് വിപരീതമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായേക്കാം. ഇതുപോലെയുള്ള മുറിവുകളും ചതവുകളും ഒക്കെ ഉണ്ടാകാതെ വളരെയധികം ശ്രദ്ധിക്കണം. മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും. അതേപോലെ വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ ഒക്കെ ഏർപ്പെടുന്നവർക്കും ഇന്ന് അനുകൂലമായ ദിവസമാണ്. പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും സഹായകരമായൊരു ദിവസമായിരിക്കും ഇന്ന്. കലാകായിക രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർക്കും അത്ര തന്നെ മോശമായ ഒരു ദിവസമായിരിക്കില്ല. എന്നാൽ ചില ചതവ്, മുറിവ് ഒക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളതൊഴിച്ചാൽ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകേരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നാളുകാർക്ക് വളരെ അനുകൂലമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇടവക്കൂറുകാർക്ക് പൊതുവേ ഇന്നത്തെ ദിവസം അനുകൂലമാണ്. കഴിഞ്ഞ ദിവസങ്ങൾ മുടങ്ങിപ്പോയ പല കാര്യങ്ങളും നടപ്പിലാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അനാവശ്യമായ അല്ലെങ്കിൽ ഇറാഷണൽ ഫിയർ എന്ന് നമ്മൾ പറയുന്ന അകാരണ ഭയം മനസ്സിനെ അലട്ടുകയും ആത്മവിശ്വാസം കുറയുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ സഞ്ചാരികൾക്ക് ഏറ്റവും പ്രതികൂലമായ ഒരു ദിവസമായിരിക്കുമെന്ന്. പ്രതീക്ഷിച്ച പല കാര്യങ്ങളും മുടങ്ങിപ്പോയേക്കുമോ എന്നുള്ളൊരാശങ്കയുള്ള ദിവസമാണ്. വാഹനങ്ങൾക്ക് റിപ്പയർ വരുന്ന ദിവസമാണ്. ഗൃഹോപകരണങ്ങൾക്ക് കേടുവരുന്ന ദിവസമാണ്. സാമ്പത്തികമായി അല്പം ചിലവ് വന്നു ഭവിച്ചേക്കാം. ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മുൻപോട്ട് നീക്കിയാൽ ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല. സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകൾക്ക്, ചിന്തകന്മാർക്ക്, എഴുത്തുകാർക്കൊക്കെ ഇന്ന് അനുകൂലമായ ഒരു ദിവസമായിരിക്കും. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും. സാമ്പത്തികമായി എവിടെയെങ്കിലും ധനസഹായം വന്നു ചേരാനൊക്കെ സാധ്യത, എവിടെ നിന്നെങ്കിലും സാമ്പത്തികമായി എവിടെ നിന്നെങ്കിലും ധനസഹായം വന്നു ചേരാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. കൂടാതെ കേസ്, വഴക്ക്
കലഹങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായ വിധി വരുന്ന ഒരു ദിവസമാണ്. എന്നാൽ അനാവശ്യമായ കാര്യങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധമായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് വളരെയധികം ശിക്ഷ കിട്ടത്തക്ക രീതിയിലുള്ള ചില നീക്കങ്ങൾ വന്ന് ഭവിച്ചേക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള പ്രവണതകളെല്ലാം നമ്മൾ അവസാനിപ്പിക്കേണ്ടതാണ്. നമുക്ക് സമാധാനം വേണമെങ്കിൽ നമ്മൾ നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കണം. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം കഷ്ടത അനുഭവിക്കേണ്ട ഒരു ദിവസമാണെന്ന്. ശാരീരിക ക്ലേശങ്ങൾ കൂടാനായിട്ട് സാധ്യതയുണ്ട്. അമിതമായ കോപം മൂലം പലരോടും വഴക്കിടാനും ആ വഴക്ക് വലിയ അന്തഃഛിദ്രത്തിലേക്ക് എത്താനും ഒക്കെ സാധ്യത ഉള്ളതുകൊണ്ട് വാക്കിനെയും മനസ്സിനെയും നിയന്ത്രിക്കുക. ചില അസുഖങ്ങൾ വന്ന് പിടിപെടാൻ സാധ്യത കാണുന്നു. അതേപോലെ ഇഷ്ടഭക്ഷണം കഴിച്ച് അതിൽ നിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ്. ഉദര സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യതയുള്ള ദിവസമാണ്. കൈകാലുകളിൽ നീരിറങ്ങുന്ന പ്രകൃതമുള്ളവർക്ക് ഇന്ന് അത് അധികരിക്കുന്നതായി കാണുന്നു. വൈകുന്നേരത്തോടുകൂടി ഒരുപാട് ആശ്വാസകരമായ അനുഭവങ്ങളുണ്ടാകും. അതേപോലെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ഉറ്റവരോ ആരെങ്കിലും വളരെ ശാന്തമായ സാന്ത്വന വാക്കുകളുമൊക്കെ ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നതാണ്. ഏറ്റവും അടുപ്പമുള്ള ചില ആളുകൾ നമുക്ക് എതിരായി പ്രവർത്തിക്കുന്നതായിട്ട് സംശയം തോന്നിയേക്കാം. എന്നാൽ അത് അനാവശ്യമാണെന്ന് പിന്നീട് അറിയാൻ സാധിക്കുന്നതാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അനുകൂലമായൊരു സമയമായിരിക്കും. എന്നാൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. സന്തോഷകരമായ ഒരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. അവരവരുടെ ആചാരപ്രകാരം ഈശ്വരനെ പ്രാർത്ഥിക്കുക. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം കാല്, പൂയം, ആയില്യം. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് വളരെ അനുകൂലമായ ചില സാഹചര്യങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് മുൻപായിട്ട് വന്നു ചേരുമെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ചില നിരാശാവഹമായ അനുഭവങ്ങൾ ഉണ്ടായേക്കാം. അലച്ചിൽ മൂലം ചില സങ്കടങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. അതേപോലെ ഉറ്റവർക്ക് അസുഖങ്ങൾ വരുന്ന മൂലം മനസ്സ് അസ്വസ്ഥമാകാനായിട്ട് സാധ്യതയുണ്ട്. സാമ്പത്തികമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കാണുന്നില്ല. ബിസിനസ്സുകാർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. അതേപോലെ സിനിമാ രംഗത്ത്, ചാനൽ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കുമെന്ന്. എല്ലാത്തിലും ഒരു ഇഴച്ചിൽ അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കുമെന്ന് മാത്രം. കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി മുൻകൂട്ടി കണ്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നതാണ്. ഈശ്വരാധീനം ഉണ്ടായിരിക്കട്ടെ. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നുവെങ്കിലും വൈകുന്നേരത്തോടുകൂടി കനത്ത നഷ്ടങ്ങൾ വന്ന് ഭവിക്കാനായിട്ട് സാധ്യത ഉള്ളതുകൊണ്ട് ഓരോ കാര്യത്തിൽ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്നവർക്കാണ് അത്തരത്തിലുള്ള അനുഭവങ്ങൾ വരിക. തൊഴിലാളികളുടെ അശ്രദ്ധ മൂലം നഷ്ടം വരാനും സാധ്യതയുണ്ട്. അതേപോലെ കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്നത്തെ ദിവസം വൈകുന്നേരത്തോടുകൂടി അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ പര്യവസാനിക്കുന്നതാണ്. ലോഹസംബന്ധമായ ജോലി ചെയ്യുന്നവർക്ക് വെള്ളി, സ്വർണം, ചെമ്പ്, പാത്രങ്ങൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. ദീർഘയാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. വിവാഹാദി കാര്യങ്ങൾ ആലോചിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിട്ട് കാണുന്നു. എന്നാൽ കുടുംബത്തിൽ വിവാഹബന്ധം ഏർപ്പെടുത്താനിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ അപ്രകാരം കലഹത്തിലിരിക്കുന്നവർക്കോ ഒക്കെ വളരെ പ്രതികൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. കേസ്, വഴക്ക്, പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. വളരെ സൂക്ഷിക്കുക. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര തന്നെ ഗുണകരമായ ഒരു ദിവസമായിരിക്കില്ല ഇന്ന്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കില്ല. എന്നാൽ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അനുകൂലമായൊരു ദിവസമാണ് ഇന്ന്. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അധ്യാപകർക്കും വിദേശയാത്രയ്ക്ക്
പ്രവർത്തിക്കുന്നവർക്കും ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരേര. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും ഇന്ന്. ഗുണാധിക്യമാണ് കാണുന്നത്. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും നടപ്പിലാക്കാനായിട്ട് സാധ്യതയുണ്ട്. ശാന്തമായ ഒരു അന്തരീക്ഷം ഗ്രഹത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വഴക്കുകളൊക്കെ തീർത്ത്, പിണക്കമൊക്കെ തീർത്ത് സുഹൃത്തുക്കളൊക്കെ അടുത്തുകൂടാനായിട്ട് സാധ്യതയുണ്ട്. സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും. ബിസിനസ്സുകാർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ അധ്യാപകർക്ക്, വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്ര ഗുണകരമായൊരു ദിവസമായിരിക്കുകയില്ല. അതേപോലെ തന്നെ കേസ്, വഴക്ക് ഒക്കെ ആയിട്ട് ഇടപെടുന്ന ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് കാണുന്നു. അധികാര പദവിയിലിരിക്കുന്നവർക്കും ചില മനക്ലേശങ്ങളോ ആരോപണങ്ങളോ ഒക്കെ ഉണ്ടായി അതിന് വിധേയമായി ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. എന്നാൽ മറ്റു ചില ജോലികൾ ചെയ്യുന്നവർക്ക്, കായികാധ്വാനം അല്ലെങ്കിൽ മറ്റു ചില ജോലികൾ ചെയ്യുന്നവർക്ക്, വ്യോമ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ജലയാനത്തിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ വളരെ ആശ്വാസകരമായ അനുഭവങ്ങളും പ്രമോഷൻസും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. സ്ഥലം മാറ്റം ഒരു ശിക്ഷ പോലെ വരുന്നവർക്ക് അത് അനുകൂലമായി വരാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് തുലാരാശിക്കാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരേര, ചോതി, വിശാഖ, മുക്കാല്. തുലാരാശിക്കാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. കുടുംബത്തിലുണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ മൂലം മനക്ലേശമുണ്ടാകാൻ സാധ്യത ഒഴിച്ചാൽ മറ്റ് ചില കാര്യങ്ങളിലൊക്കെ വളരെ നല്ല വിജയം കൈവരിക്കുന്ന ദിവസമാണ്. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിവസമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായി കാര്യങ്ങൾ വരുന്നതായിട്ട് അനുഭവപ്പെടാം. അതേപോലെ സംഗീതം അല്ലെങ്കിൽ വാദ്യോപകരണങ്ങൾ ഒക്കെ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ഏറ്റവും നല്ലൊരു ദിവസമായിട്ടാണ് ഇന്ന് കാണുന്നത്. അംഗീകാരങ്ങൾ ലഭിക്കാനും അതേപോലെ ധനം സമ്പാദിക്കാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ദൈവിക കാര്യങ്ങളിൽ ഇടപെട്ടിരിക്കുന്നവർക്ക് അത് സംബന്ധിച്ച് കച്ചവടം നടത്തുന്നവർക്കൊക്കെ വളരെ നല്ല ലാഭകരമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. വിദ്യാർത്ഥികൾക്ക് അത്ര നല്ല ഒരു ദിവസമായിരിക്കുകയില്ല. അതേപോലെ യൂണിഫോം ഇട്ട് ചെയ്യുന്ന ജോലി ചെയ്യുന്നവർക്ക് ആശ്വാസകരമായ പല അനുഭവങ്ങളും ഇന്ന് വന്നു ചേർന്നേക്കാം. സാമ്പത്തികമായി പ്രതീക്ഷിച്ചിരിക്കാത്ത ചില അനുഭവങ്ങൾ വന്ന് നമുക്കത് ഭാവിയിലേക്ക് ഉതകുന്ന രീതിയിലോട്ട് തിരിയാനായിട്ട് സാധ്യതയുണ്ട്. ഷെയർ കിട്ടാനോ അല്ലെങ്കിൽ വസ്തു വിറ്റ് കാശ് കിട്ടാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് അതിന് അനുകൂലമായൊരു മറുപടി ലഭിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കുമെങ്കിലും ചില കഷ്ടനഷ്ടങ്ങളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. കൈപ്പിഴവ് കൊണ്ട് മറ്റുള്ളവരുടെ ശകാരം കേൾക്കാനൊക്കെ സാധ്യതയുള്ള ദിവസമാണ്. ശാന്തമായി മുമ്പോട്ട് പോവുക. ദേഷ്യം വന്നാൽ പ്രതികരിക്കാതിരിക്കുക. ദേഷ്യം വന്നാൽ എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കേണ്ടത് എന്നാണല്ലേ സംശയം. അതായത് ഭയങ്കരമായ ദേഷ്യം വരികയാണെങ്കിൽ അപ്പോൾ തന്നെ അവിടെ നിന്ന് മാറുക, വായിലൊരു വെള്ളം കൊള്ളുക, അല്ലെ കുളിക്കാൻ പോവുക. ഇതൊക്കെയാണ് നമുക്ക് ദേഷ്യം വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ നമ്മൾ ദേഷ്യത്തെ നിയന്ത്രിക്കുക. പരുഷ വാക്കുകൾ പറയാതിരിക്കുക. ഗൃഹാന്തരീക്ഷത്തിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് അയഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു കലഹം, വഴക്ക് ഒക്കെ വലിയ അന്തഃഛിദ്രത്തിലോട്ട് അല്ലെങ്കിൽ വലിയ വഴക്കിലോട്ട് കലാശിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഇതൊഴിച്ചാൽ സാമ്പത്തികമായി ഇന്ന് നല്ല ദിവസമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ ദിവസമാണ്. സന്താനങ്ങളെക്കുറിച്ചോർത്ത് അഭിമാനം കൊള്ളുന്ന ഒരു ദിവസമായിരിക്കും. അവർക്കുള്ള പഠനത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ വിദേശ പഠനത്തിനൊക്കെ വളരെ നല്ല കാര്യങ്ങൾ വഴിയൊരുക്കുന്ന ഒരു ദിവസമായിരിക്കും. ബന്ധുക്കളെല്ലാം വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുന്ന ഒരു ദിവസമായിരിക്കും. പൊതുവെ എല്ലാവർക്കും ഈ ഫലം അനുഭവിക്കാവുന്നതാണ്. എന്നാൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്
അംഗീകാരങ്ങൾ ലഭിക്കുകയോ പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. ചില പൊതുവായ തർക്കങ്ങളിൽ ഏർപ്പെട്ട് മാനസികമായി വിഷമം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. നമുക്ക് അഹങ്കാരം ഒന്നിനും നല്ലതല്ല. എല്ലായിടത്തും വളരെ സൗമ്യതയോടുകൂടി എളിമത്വത്തോടുകൂടി നിന്നാൽ ഏത് കാര്യവും സാധിച്ചെടുക്കാം എന്ന് എല്ലാ സാമൂഹ്യ പ്രവർത്തകരും ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. എല്ലാ കാര്യങ്ങളും അനുകൂലമായി വരും. പൊതുവെ നിക്ഷേപങ്ങൾക്കൊക്കെ ഒരുങ്ങുന്നവർക്ക് ഇന്ന് നല്ല ദിവസമാണ്. അതേപോലെ ഷെയർ, ഊഹക്കച്ചവടം അതിനൊക്കെ ഇറങ്ങുന്നവർക്ക് ഇന്ന് നല്ല ദിവസമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് ധനുരാശിക്കാരുടെ ഫലം നോക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. ഉദ്ദേശിച്ചിരിക്കാത്ത ചില വരുമാനങ്ങൾ, ധനാഗമനം ഒക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. കിട്ടാനുള്ള പൈസയൊക്കെ കിട്ടാനായിട്ടുള്ള എല്ലാ വഴികളും ഒരുങ്ങി വരുന്നതാണ്. കുട്ടികളെക്കുറിച്ച് അല്ലെങ്കിൽ സന്താനങ്ങളെക്കുറിച്ചുള്ള ആകാംക്ഷ അല്ലെങ്കിൽ ആശങ്കകൾക്കൊക്കെ പരിഹാരം കിട്ടുന്ന ദിവസമായിരിക്കും. സന്തോഷത്തോടു കൂടി ദിവസം മുമ്പോട്ട് പോകുന്നതാണ്. എന്നാൽ ഇന്ന് ഉറക്കക്കുറവ് അനുഭവപ്പെട്ടേക്കാം. മാനസികമായ ചില സംഘർഷങ്ങൾ, ചില ആശങ്കകൾ ഉണ്ടാക്കിയേക്കാം. അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കിയാൽ ഉറക്കം സുഖമാകുന്നതാണ്. കൂടാതെ ആഹാരത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കുക. ഇന്ന് ഭക്ഷ്യവിഷബാധ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമായതിനാൽ പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക. ലളിതമായ ഭക്ഷണം കഴിക്കുക ഒക്കെ ചെയ്യണം. ഉദരത്തിൽ കേതുവിൻ്റെ ദൃഷ്ടി വരുന്ന ദിവസമായതുകൊണ്ട് ഉദരസംബന്ധമായ അസുഖം വരാൻ സാധ്യതയുണ്ട്. മറ്റു ചില തടസ്സങ്ങൾ ഒഴിച്ചാൽ പൊതുവെ ഈ കൂറുകാർക്ക് ഇന്ന് വളരെ നല്ല ഒരു ദിവസമായിരിക്കും. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്കും അനുകൂലമായൊരു ദിവസമാണ്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. ഷെയറുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഊഹാപോഹ കച്ചവടങ്ങൾ, ഊഹക്കച്ചവടങ്ങൾ അതിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ അടുത്ത ദിവസം നഷ്ടം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. എങ്കിലും ഉച്ചയ്ക്ക് ശേഷം ചില ഭാഗ്യദോഷങ്ങൾ വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട്. വാഹനങ്ങളോടിക്കുന്നവർക്ക് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് 2 വീലർ ഓടിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി പോയില്ലെങ്കിൽ ചില അപകടങ്ങൾ വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുമൂലം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ കണ്ടിന്യൂറ്റിയോ ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുക. എന്നും ശ്രദ്ധയോടുകൂടി തന്നെയാണ് എല്ലാവരും വാഹനം ഓടിക്കേണ്ടത്. അത് ഓർമ്മയിരിക്കട്ടെ. നമുക്ക് നമ്മുടെ ആയുസ്സും ആരോഗ്യവുമൊക്കെയാണ് എപ്പോഴും പ്രാധാന്യം. അതുകൊണ്ട് നമ്മൾ എന്നും ഇത് ചെയ്യേണ്ടതാണ്. ഇന്ന് പ്രത്യേകിച്ചും അങ്ങനെ ശ്രദ്ധയോടുകൂടി പോവുക. വിദേശയാത്രയ്ക്ക് പോകുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. വിദേശ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായ കാര്യമായിരിക്കും. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. ചില കഷ്ടനഷ്ടങ്ങൾ വന്ന് ഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ കാർഷിക വിഭവങ്ങൾ കച്ചവടം ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം അതിന് പറ്റിയ ദിവസമല്ല, നഷ്ടം വരാനായിട്ട് സാധ്യതയുണ്ട്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം മേന്മയുള്ള ഒരു ദിവസമായിരിക്കും. അതേപോലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്ന് വളരെ ആശാവഹമായൊരു ദിവസമാണ്. പ്രഭാതത്തിൽ വളരെ ഉത്സാഹത്തോടു കൂടി ഉണരാനും ജോലിയിൽ ഏർപ്പെടാനുമൊക്കെ അനുകൂലമായൊരു ദിവസമാണ്. അതേപോലെ സാമ്പത്തികമായി ചില അപ്രതീക്ഷിതമായ വരുമാനമൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. കുടുംബാംഗങ്ങളുമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാനുള്ള ഒരു ദിവസമാണ്. കലഹത്തിലോ വഴക്കിലോ ഏർപ്പെടാനായിട്ട് സാധ്യത ഉള്ളതുകൊണ്ട് പൊതു
ജനങ്ങളോട് ഇടപെടുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ തൊഴിൽ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുമ്പോഴുമൊക്കെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ സമയമാണ്. അതേപോലെ വിദേശ പഠനം, വിദേശത്ത് ജോലി ഒക്കെ അന്വേഷിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരികമായ ചില ക്ലേശങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കാല്, തുട തുടങ്ങിയ ഭാഗങ്ങളിൽ വേദനയോ വെരിക്കോസ് വെയിൻ അധികരിക്കാനോ ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ്. അതേപോലെ നടുവുവേദന ഉള്ളവർക്ക് അത് അധികരിക്കാൻ സാധ്യതയുണ്ട്. പല്ലിന് അസുഖമുള്ള ആളുകൾക്ക് അതിന് ചികിത്സ അനിവാര്യമായി വരുന്ന ഒരു ദിവസമായിരിക്കും. കണ്ണട ഉപയോഗിക്കുന്നവർക്കും പ്രശ്നമാണ്. അപ്പോൾ അതുപോലെ കണ്ണട ഉപയോഗിക്കുന്നവർക്ക് അത് മാറ്റേണ്ടതായിട്ട് വരികയോ കണ്ണട നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. വളരെ സൂക്ഷ്മമായി പഠിച്ചതിന് ശേഷമാണ് പറയുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. മൊത്തത്തിൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ജീവിതത്തിൽ ഏറ്റവും ആവശ്യം ഈശ്വര പ്രാർത്ഥനയാണ്. ഈശ്വരനോട്, സർവേശ്വരനോട് നമ്മൾ പ്രാർത്ഥിക്കുക, യോഗ, മെഡിറ്റേഷനൊക്കെ ചെയ്യുക. നമുക്ക് ശാന്തമായ ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതികാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ശാരീരിക ക്ലേശങ്ങൾ അനുഭവപ്പെട്ടേക്കാം. കാലുവേദന, തലവേദന തുടങ്ങിയ ചില അസ്വസ്ഥതകളൊക്കെ വന്നേക്കാം. ജോലിഭാരം കുറച്ച് കൂടുതലായിരിക്കും. എന്നാൽ വൈകുന്നേരത്തോടു കൂടി ജോലിയെല്ലാം ചെയ്ത് നേരത്തെ തീർക്കാനും ചാരിതാർത്ഥ്യനാകാനുമൊക്കെ അല്ലെങ്കിൽ ചാരിതാർത്ഥിയാകാനുമൊക്കെ സാധ്യതയുണ്ട്. പെൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില പ്രണയബന്ധത്തിലൊക്കെ ചെന്ന് പെടാനായിട്ട് സാധ്യതയുണ്ട്. ഇന്നത്തെ ദിവസം വളരെ പ്രതികൂലമായൊരു ദിവസമാണ്. അങ്ങനെ അത്തരത്തിൽ ആരെങ്കിലുമൊക്കെ സമീപിച്ചാൽ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. നമ്മൾക്ക് പേരുദോഷമുണ്ടാകാനും അല്ലെങ്കിൽ ജീവിതം തന്നെ മാറിമറിയാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അതൊഴിച്ചാൽ മീനക്കൂറുകാർക്ക് മൊത്തത്തിൽ നല്ലൊരു ദിവസമാണ്. വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക്, അതേപോലെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, മറ്റ് തൊഴിലുകൾ ചെയ്യുന്നവർക്ക്, എല്ലാ തൊഴിലുകളും ചെയ്യുന്നവർക്കും ഗുണദോഷ സമ്മിശ്രമായ ഗുണാധിക്യമുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നാളത്തെ പരിപാടിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം. അതുവരെ സർവേശ്വരൻ എല്ലാവരെയും കൂടെ ഉണ്ടായിരിക്കട്ടെ.